റേഡിയേറ്റർ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ നോക്കാം. മേലത്തെ ഓസ് വിടിയിക്കുക. മേലത്തെ ഓസ് വിടിയിച്ചിട്ട് ജസ്റ്റ് റേഡിയേറ്ററിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് പൊക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഒന്ന് അടച്ചു പിടിച്ചാലും മതി. എന്നിട്ട് താഴെയുള്ള ഓസ് അഴിച്ചിടുക. കണ്ടോ, താഴെ ഇവിടെ ഓസ് ഉണ്ട്, അത് അഴിച്ചിട്ടേക്കുക കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിക്കുക. ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ കേട്ടോ, അടിയിൽ നിന്ന് പോണതിന് മുമ്പ് ഇവിടെ നിറയുക. കണ്ടോ, ഇവിടെ നിറഞ്ഞു. അടിയിലാണെങ്കിൽ വെള്ളം ദേ താഴെ കാണിച്ചോനെ, അടിയിൽ കാണിച്ച് കണ്ടോ. താഴെയാണെങ്കിൽ വളരെ പതുക്കെയാണ് പോണേ. പിന്നെ തുരുമ്പും ഉണ്ട്. അതായിട്ട് കംപ്ലൈൻറ്റ് കേട്ടോ, റേഡിയേറ്റർ ബ്ലോക്കാണ്. അപ്പോൾ ഇത് വാഗണറാണ്. വാഗണറിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് അങ്ങനെ കാണിക്കുന്നില്ല. ടെമ്പറേച്ചർ സെൻറ്ററിലാണ് നിൽക്കുന്നത്. പക്ഷേ ഫാൻ കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫാൻ കൂടുതൽ സമയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. കൂടുതൽ സമയം ഫാൻ കറങ്ങുന്നത് വെള്ളം, അതായത് കൂളൻ്റ് റൊട്ടേഷൻ ഇല്ലാതെ കൊണ്ടാണ്. ശരിക്കും തണുക്കാതെ കൊണ്ടാണ് ഫാൻ കൂടുതൽ സമയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ എയർ ഉണ്ടാവും, അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഓസ് ചെക്ക് ചെയ്യുമ്പോൾ മേലത്തെ ഓസയിൽ കൈ വെച്ചിട്ട് പിടിച്ച് നോക്കുമ്പോൾ നല്ല ചൂടാണ്. താഴത്തെ ഓസയിൽ പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒട്ടും ചൂടില്ല. അങ്ങനെ റേഡിയേറ്ററിൽ നിന്ന് വെള്ളം റൊട്ടേഷൻ ആവുന്ന, കൂളൻ്റ് റൊട്ടേഷൻ ആവുന്നില്ല എന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ റേഡിയേറ്റർ ബ്ലോക്കാണ് കേട്ടോ. ഇതൊരു കംപ്ലൈൻ്റ് ആണ്. ഓക്കെ.